അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1 ക്ലാസ്സിൻ്റെ പാർട്ട് 1 കിതാബിലെ 8ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസു സാമിനു ത്വശ്തുൻ 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 ത്വശ്തുൻ. ത്വശ്തുൻ എന്താണ്? ബൗളാണല്ലേ. ത്വശ്തുൻ ത്വ ലോ ത്വബീബൻ 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 ത്വബീബൻ. ഖത്വീബിൻ 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 ഖത്വീബിൻ. ശത്വതുൻ 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 ശത്വതുൻ. ത്വശ്തുൻ ത്വബീബൻ ഖത്വീബിൻ ശത്വതുൻ. ത്വബീബൻ ഖത്വീബിൻ ശത്വതുൻ. ലർഫൻ 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 ലർഫൻ. ഹുലൂലുൻ 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 ഹുലൂലുൻ. ഹല്ലിൻ 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 ഹല്ലിൻ. ലർഫൻ ഹുലൂലുൻ ഹല്ലിൻ ലർഫൻ ഹുലൂലുൻ ഹല്ലിൻ. ഒന്നുകൂടി നോക്കാം. ത്വശ്തുൻ ത്വബീബൻ ഖത്വീബിൻ ശത്വതുൻ ത്വബീബൻ ഖത്വീബിൻ ശത്വതുൻ. ലർഫൻ ഹുലൂലുൻ ഹല്ലിൻ ലർഫൻ ഹുലൂലുൻ ഹല്ലിൻ. പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ത്വ ലോ എന്നീ അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രൂപങ്ങൾ എഴുതാം. ത്വവും ലോവും ആദ്യത്തിൽ ഇടയ്ക്ക് അവസാനം ആദ്യത്തിൽ ഇടയ്ക്ക് അവസാനം വരുന്ന രൂപങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന 2 കോളങ്ങളിലേക്കായി അത് പകർത്തി എഴുതുക. അടുത്ത ആക്ടിവിറ്റി കളർ ചെയ്യാം. കുറച്ച് വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനുള്ളിലൂടെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് വാക്കുകൾ? സിറാത്തുൻ ത്വീബുൻ ത്വസ്ത്വൻ ത്വിർസിൻ. ഇത്രയും വാക്കുകളാണ് തന്നിരിക്കുന്നത്. ഇതിനുള്ളിലൂടെ കളർ ചെയ്യുക. അടുത്ത ആക്ടിവിറ്റി പുള്ളിയും ഹറക്കത്തും കൊടുത്ത് വായിക്കാം. ഇവിടെ ഹറക്കത്ത് തന്നിട്ടുണ്ട്, ഇവിടെ പുള്ളി തന്നിട്ടുണ്ട്. ഇത് ശരിയായി ഈ വാക്കുകളിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വാക്കുകൾ ഏതൊക്കെയാണെന്നല്ലേ. ഇതേതായിരിക്കും? ത്വശ്തുൻ എന്നാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു അലിഫ് അവസാനം വന്നതുകൊണ്ട് നമ്മൾ ത്വശ്തൻ എന്നാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ. അടുത്തത് എന്താണ്? ലർഫൻ ആണ്. ലർഫൻ. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ ഒരു പുള്ളി കൊടുത്താൽ ലോ ആവും അല്ലേ. അപ്പോൾ ലർഫൻ. ഫഇനും പുള്ളി കൊടുക്കണം. അടുത്തത് ഖത്വീബിൻ എന്നാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചത്, അതും എഴുതുക. അടുത്തത് ഹുലൂലുൻ ഹുലൂലുൻ. ഈ വാക്കുകൾ എങ്ങനെ എഴുതണ്ടേന്ന് അറിയാമോ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ത്വ ഷീന് ത അലിഫ്. അപ്പോൾ ത്വശ്തൻ കിട്ടും. അടുത്തത് ലോ റ ഫ അലിഫ് ലർഫൻ. അടുത്തത് ഖ ത്വ യ ബ ഖത്വീബിൻ. അടുത്തത് ഹ ലോ വാവ് ലോ ഹുലൂലുൻ. ചിഹ്നങ്ങളും അറിയാമല്ലോ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന്. മനസ്സിലായല്ലോ എങ്ങനെ എഴുതേണ്ടതെന്ന്. കുറച്ച് നാളുകൾ കൊണ്ട് ഈ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത് കൊണ്ട് നമുക്കൊരുവിധം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാം അല്ലേ. പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ലേ? അറിയാം അല്ലേ. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. വായിക്കാം, എഴുതാം. എന്തൊക്കെയാണ് ഇവിടെ വായിക്കാൻ തന്നിരിക്കുന്നത്? ത്വബ്ബബ ത്വബീബുൻ
ത്വബ്ബബ ത്വബീബുൻ. ത്വബ്ബാഹുൻ ഖബീറുൻ. ത്വബ്ബാഹുൻ ഖബീറുൻ. തത്വറഫ അഖി. തത്വറഫ അഖി. അപ്പോൾ ഈ വാക്കുകൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പഠിച്ചു, ആക്ടിവിറ്റീസ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.